നമ്മളുണ്ടല്ലോ ഈ മുഖം വെളുക്കാനൊക്കെ ആയിട്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി ഇത് മുഖത്ത് തേക്കുന്ന ഫേസ് പാക്കിൻ്റെ പൗഡറില്ലേ അത് നമുക്ക് ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി എടുത്ത് നോക്കിയാലോ. ഇത് നാച്ചുറലാണ്. ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കും തേക്കാം, കുട്ടികൾക്കും തേക്കാം, പിന്നെ നമുക്ക് ഗേൾസിന് മാത്രമല്ല ബോയ്സിനും തേക്കാം കേട്ടോ. അപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ അടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ പൗഡർ ഉണ്ടാക്കി എടുത്ത് വെച്ചോ. വെളിയിൽ വെച്ചാൽ മതി. ഒരു 5-6 മാസം ഇരുന്നാലും കേടൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സ്പൂൺ വീതം ഉണ്ടാക്കിയെടുത്ത് ഫേസിൽ തേക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നേരം കഴിയുമ്പോൾ കഴുകി കളഞ്ഞു കേട്ടോ. രാത്രി ഫേസിൽ തേച്ച് കഴുകി കളയുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം പിന്നെ വെയിലൊന്നും അടിക്കുന്നില്ലല്ലോ. അപ്പം രാത്രി തേച്ചോട്ടോ, നൈറ്റ് പാക്കായിട്ട് ഉപയോഗിക്കാവേ. അപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. നമ്മുടെ മിക്കവരുടെയൊക്കെ വീട്ടിൽ ഓട്സ് ഇരിപ്പുണ്ടാവില്ലേ? ഈ ഓട്സ് ഉണ്ടല്ലോ നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ ടാൻ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഈ ഓട്സ് ഉണ്ടെങ്കിൽ, ഓട്സ് ഇല്ലെങ്കിൽ ചെറിയൊരു പാക്കറ്റ് അങ്ങനെ വാങ്ങാം കേട്ടോ. നമുക്കത് ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാം. അപ്പോൾ കേട് വരത്തില്ല. അപ്പം ഒരു കുറച്ച് ഓട്സ് വാങ്ങിയിട്ട് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 സ്പൂണോളം വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിൽ ചെറിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വറുത്ത അരിപ്പൊടിയില്ലേ, നമ്മൾ അപ്പത്തിനും പുട്ടിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി, റൈസ് പൗഡർ അതിട്ട് കൊടുക്കുക. കാരണം നമ്മുടെ സ്കിന്നിൽ വരുന്ന ടാൻ റിമൂവ് ആവാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുൾട്ടാണി മിട്ടി കേട്ടോ. മുൾട്ടാണി മിട്ടിയുടെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല ലാഭമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഓഫർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഇത് വീഡിയോയുടെ താഴെ ഞാൻ ഇട്ടേക്കാം. അതല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇട്ടുതരാം. അതായത് കുറേ സൈറ്റുകൾ ഇട്ടുതരാം. അപ്പം അതിനകത്ത് നല്ല ഓഫർ വിലയ്ക്ക് പല റേറ്റിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ചോട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുൾട്ടാണി മിട്ടിയും പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന മഞ്ഞളുടെ പൗഡർ, വീട്ടിൽ നമ്മൾ മില്ലിൽ നിന്ന് മഞ്ഞൾ വാങ്ങാം കേട്ടോ. എന്നിട്ട് അത് പൊടിച്ച് വാങ്ങിച്ചേക്കുന്ന മഞ്ഞളില്ലേ, അതാകുമ്പോൾ നാച്ചുറലാണ്, കുട്ടികളൊക്കെ തേക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞളുടെ പൗഡറും കോഫി പൗഡർ മിക്കവാറും വീട്ടിലുണ്ടാവും. കോഫി പൗഡർ നല്ല രീതിയിൽ ടാൻ മാറും കേട്ടോ. അപ്പോൾ കുറച്ച് കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന കമ്പനിയുടെ കോഫി പൗഡർ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ളത് ഇട്ടാൽ മതി കേട്ടോ. കമ്പനിയുടെ കുറച്ച് കോഫി പൗഡറും ഇത് കടലമാവാണ് കേട്ടോ. നല്ല രീതിയിൽ ഫേസിൽ നമുക്ക് കളർ വയ്ക്കും. എത്ര കരിവാളിപ്പും ടാനൊക്കെ അടിച്ചിരിക്കുന്ന ഫേസ് ആണെങ്കിലും അടിപൊളിയായിട്ട് നിറം വെക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കടലമാവും ഇട്ട് കൊടുത്തിട്ട് ചെറിയ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. അപ്പം നിങ്ങൾ അടിച്ചെടുക്കുമ്പം ജാറിലോ നമ്മുടെ അടുപ്പിലോ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ. നമ്മൾ വെളിയിൽ ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്യുന്നതല്ല, വെളിയിലെടുത്ത് വെക്കുന്നതായതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ നൈസായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തോളാം കേട്ടോ, ചെറിയ മിക്സിയുടെ ജാറിലെ. അപ്പോൾ ഇതിങ്ങനെ നല്ല നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടത്തെ ഒരു ഐറ്റം ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ഈ വേനൽ ടൈമിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ ഓറഞ്ചൊക്കെ വാങ്ങി കഴിക്കത്തില്ല. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകിയിട്ട് ആ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. ഇങ്ങനെ പിച്ചി കീറി ഇട്ട് കൊടുത്തിട്ട് ഉണക്കണം കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ, ഫേസ് പാക്കുകളിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഫേസിൽ വരുന്ന ടാൻ റിമൂവ് ആവാനായിട്ട് നല്ലതാണ്. നല്ല രീതിയിൽ നിറം വെക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു പോയത് കൊണ്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഒരേ സ്പൂൺ പൗഡർ വീതമിട്ട് ഫേസ് പാക്കിലിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പച്ചവെള്ളത്തിൽ കലക്കി ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം. പാല് ഉള്ളവർക്ക് പാല് ഒരു തുള്ളി 2 സ്പൂണോളം, കുഞ്ഞ് 2 സ്പൂണോളം വരുന്ന രീതിയിൽ പാലെടുത്ത് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് എടുത്തിട്ട് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഫേസ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ട് ആ ഫേസിലേക്ക് നമുക്കൊരു 10-20 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഫുള്ള് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഇളകി പോരാനായിട്ട് നല്ലതാണ്. കാരണം ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടാവും. പിന്നെ ഓട്സൊക്കെ അല്ലേ ചേർത്തേക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ടാനൊക്കെ റിമൂവ് ആവും കേട്ടോ. അപ്പം നിങ്ങൾ ബോയ്സ് മാത്രമുള്ള വീട്ടിലെ പിള്ളേരൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മഞ്ഞൾ കുറച്ചിട്ടുണ്ടാക്കിയാൽ മതി കേട്ടോ. തടി മിഷ പോയി എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത കമൻറ്റ് ബോക്സിലേക്ക് വന്നേക്കല്ല, ഞാനിതിൽ പങ്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് മഞ്ഞളൊക്കെ ചേർത്ത് ഉണ്ടാക്കിക്കോ. എന്നിട്ട് ഇതുപോലെ ഒരു 20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞോ കേട്ടോ. പിന്നെ ഇത്തിരി മഞ്ഞളൊക്കെ ചേർത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്നേ, അങ്ങനെ തടിമിഷൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കേ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. ഈ മുൾട്ടാണി മിട്ടിയുടെ സൈറ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഞാൻ ആരുടെയെങ്കിലും ഒരാളുടെ കമൻറ്റ് പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓഫർ വിലയ്ക്ക് വാങ്ങാവേ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഫോളോ ചെയ്തവർക്കുണ്ടെങ്കിൽ ഫോളോ കൂടി ചെയ്യാം കേട്ടോ.